കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദനെ വസതിയിലെത്തി സന്ദർശിച്ചു. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായിട്ട്. രാഹുൽ, എപ്പോഴായിരുന്നു സന്ദർശനം? എത്ര നേരം നീണ്ടുനിന്നു? മറ്റാരെങ്കിലും അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു? 10 മണിക്കാണ് രാജേന്ദ്ര ആർലേക്കർ ഗവർണർ വി.എസ്. അച്യുതാനന്ദൻ്റെ തിരുവനന്തപുരത്തെ വസതിയിലെത്തിയത്. 20 മിനിറ്റോളം വീടിനകത്ത് അദ്ദേഹം ചിലവഴിച്ചു. വീട്ടിൽ നിന്ന് തിരിച്ച് ഇറങ്ങവെയാണ് നമ്മോട് പ്രതികരിച്ചത്. ഏറെക്കാലമായി വി.എസ്. അച്യുതാനന്ദൻ നേരിട്ട് കാണണമെന്ന ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പഠനകാലത്തിലെല്ലാം അദ്ദേഹം ഏറെ ശ്രദ്ധയോടെ വീക്ഷിച്ചിരുന്ന ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. വളരെ മാതൃകാപരമായ ജീവിതമായിരുന്നു അച്യുതാനന്ദൻ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിന്നെ അവശനിലയിലായതുകൊണ്ട് തന്നെ സംസാരിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു പരിഭവവും അദ്ദേഹം പങ്കുവച്ചു. മറ്റ് വിഷയങ്ങളിലും അദ്ദേഹം തിരിച്ചു പോകുന്നതിന് മുമ്പ് നമ്മളോട് പ്രതികരിച്ചു. UGC കരടുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ അഭിപ്രായങ്ങൾ പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അത്തരത്തിൽ ഇത് അന്തിമമാകുമ്പോൾ, കരട് മാറി അന്തിമമാകുമ്പോൾ അതിലെല്ലാം പരിഗണിക്കപ്പെടും എന്നുള്ള രീതിയിൽ പ്രതികരിച്ചു. ഏറ്റവും ഒടുവിലാണ് MV ഗോവിന്ദൻ ഇന്ന് മുഖപ്രസംഗത്തിൽ, നമ്മുടെ പാർട്ടി പത്രത്തിൻ്റെ മുഖപ്രസംഗത്തിൽ എഴുതിയിരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചത്. അതായത് CPM സംസ്ഥാന സെക്രട്ടറി നല്ല അഭിപ്രായമാണല്ലോ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് മറുപടി പറയാതെ അദ്ദേഹം മടങ്ങിപ്പോയി. അത്തരത്തിൽ ആദ്യ സൂചനകൾ, ഈ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആദ്യ സൂചനകൾ ലഭിക്കുമ്പോൾ മുൻപ് കണ്ട ഒരു ഭിന്നതയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഒപ്പം ഈ സൗഹൃദ സന്ദർശനവും കഴിഞ്ഞ് അദ്ദേഹം മടങ്ങി. വി.എസ്. അച്യുതാനന്ദനെ സന്ദർശിക്കുന്നതിന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പത്നിയും പോയി അദ്ദേഹത്തെ 25 മിനിറ്റ് അവിടെ ചെലവഴിച്ചിരുന്നു. രാവിലെ നടക്കാൻ വരൂ എന്ന് ഗവർണർ പറഞ്ഞായിട്ടാണ്. അതെ, പക്ഷേ കഴിഞ്ഞ അവസ്ഥയിൽ നിന്ന് ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്ന് ആർലേക്കർ വരുമ്പോൾ തന്ത്രപരമായിട്ടുള്ള ഒരു സമീപനം സർക്കാരും ഗവർണർ രാജ്ഭവനും സ്വീകരിക്കുന്നുണ്ട്. സ്നേഹനിർഭരമായ തുടക്കമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ടും എന്നുകൊണ്ട്. പിന്നീടാണ് കാര്യങ്ങളൊക്കെ മറന്നു. എന്തായാലും ഇത് സ്നേഹനിർഭരമായി തന്നെ മുന്നോട്ട് പോകട്ടെ. ആർലേക്കർ വി.എസ്. അച്യുതാനന്ദൻ എന്ന മുതിർന്ന നേതാവിനെ സന്ദർശിച്ചതോടുകൂടി അത്തരം ഒരു നല്ല ബന്ധം, രാഷ്ട്രീയപരമായും സർക്കാരുമായും ഒക്കെ നല്ലൊരു ബന്ധം അദ്ദേഹം സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും.